Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. കുറേ നാളായിട്ടേ നമ്മളെല്ലാവരും എന്നോട് പരാതി പറയുന്ന ഒരു കാര്യമാണ് ഏത് നേരവും നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് നോൺ വെജ് വെജിറ്റേറിയൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇച്ചിരി പരാതിയുണ്ട്. പക്ഷെ അതിന്ന് ഞാൻ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ പച്ചക്കറിയോട് അത്ര അങ്ങോട്ട് ഞാൻ പോയില്ല. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പനീർ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. പനീർ ഡിഷ് എന്ന് പറയുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബി ദാബ സ്റ്റൈലാണ്. പഞ്ചാബി ദാബ മീൻസ് ശരിക്കും ദാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴിയോരക്കട എന്ന് പറയില്ലേ എന്ന് പറയുന്ന കൂട്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കൂട്ട് ഈ തട്ടുകട എന്നൊക്കെ പറയുന്ന കൂട്ട് അങ്ങോട്ട് നോർത്തിലേക്ക് ദാബ മീൻസ് റോഡ് അരികിൽ ഈവൻ ടു ദ ട്രക്ക് ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ഒരു കടയായത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്നാന്ന് വെച്ചാൽ പഞ്ചാബി ദാബ പനീർ കറിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാൽ ഒരു ഇച്ചിരി ഉണ്ട് കേട്ടോ. പഞ്ചാബി ബേസിക്കലി ഈ പറയുന്ന കൂട്ട് ഇച്ചിരി നെയ്യും ബട്ടറും കൊണ്ടുള്ള കളി അവർക്ക്. എന്നാ പറയുന്നത്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽ അല്ല അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഈ കടുകെണ്ണയൊക്കെ. അതൊന്നും നമുക്ക് പിടിക്കുകയില്ല. അന്നേരം പിന്നെ ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി നെയ്യാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നെയ്യേലുണ്ടാക്കാം എന്നും പറഞ്ഞു വെച്ചാൽ അതിന് വ്യത്യാസമില്ല, സ്വാദ് കൂടുകയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നെയ്യ് ചെയ്താൽ ഇച്ചിരിയും കൂടി എന്നാ പറയുന്നത് കടുകെണ്ണയെക്കാട്ടിലും കുറച്ചും കൂടി ഇച്ചിരി എന്നാ പറയുക ടേസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. അന്നേരം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും നെയ്യ് കാണുകയല്ലേ, അപ്പോൾ ആദ്യം എന്നാ ചെയ്യണം, ഇച്ചിരി നെയ്യ് എടുക്കുക. പിന്നെ വേണ്ടിയ സ്പൈസസ് ആണ് ഏതൊക്കെയാണെന്നോ, കുറച്ച് പട്ട വേണം, പിന്നെ ഒരു ഇച്ചിരി ഗ്രാമ്പൂ വേണം, പിന്നെ കുറച്ച് പട്ടയുടെ ഇലയാണ്, പിന്നെ ഇച്ചിരി കുരുമുളക്, പിന്നെ കുറച്ച് വറ്റൽമുളക്. ഇത്രയാണ് സ്പൈസസ് വേണ്ടിയത്. അപ്പം അത് ഐറ്റം നമ്പർ 1 എന്ന് എഴുതിക്കോ. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, അത് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടിയെ, പിന്നെ ഇതിനും ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ, ഇച്ചിരി നല്ല തൈര് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ചേക്കുക, അതാകുമ്പോഴത്തേന് ഇച്ചിരി കൊഴുപ്പ് കിട്ടുവേ. പിന്നെ ഇച്ചിരി ഉപ്പില്ലേൽ കറിക്ക് എന്നാ സ്വാദല്ലേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, അത് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന തന്നെ മതിയേ. പിന്നെ ഒരു ഇച്ചിരി കസൂരി മേഥി, പിന്നെ ഒരു ഇച്ചിരി പനീർ. പിന്നെ ഇത് ഇത്രയും ബട്ടറൊന്നും ഇടുകയില്ല, ഒരു 2 ക്യൂബേ ഇടത്തുള്ളൂ. ഇട്ടില്ലേലും അത്യാവശ്യമൊന്നുമില്ല. ഇതിന് ഇച്ചിരി നേരെ എടുക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ വഴറ്റുകയല്ലേ എല്ലാം, ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻസ്, അതായത് ഓരോ ചേരുവകൾ ചേർക്കുമ്പോഴും ഈ കറിക്ക് മാത്രം ഒരു ഇച്ചിരി ക്ഷമ വേണം. എന്നാന്ന് വെച്ചാൽ ഉള്ളി മൂപ്പിക്കുമ്പോഴത്തേന് അത് നല്ലതായിട്ട് വാടി കിട്ടണം, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂക്കണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ ചേർക്കത്തുള്ളൂ. പിന്നെ ഈ ഓരോന്ന് ചേർക്കുമ്പോഴത്തേനും നമ്മൾ ആദ്യം ചേർക്കുന്ന നെയ്യില്ലേ, അതിങ്ങനെ നമ്മൾ എണ്ണ തെളിയുവാന്ന് പറയുകയില്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിങ്ങനെ തെളിഞ്ഞ് വരുന്ന അനുസരിച്ച് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമില്ല. അത് തന്നെ ഒരു മെനക്കേടല്ലേ, ഈ മെനക്കെട്ട അടുപ്പിൻ്റെ മൂട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട ഏർപ്പാടാ. പിന്നെ എന്നാ രുചിയുള്ള ഒരു കറി തിന്നാൻ ഒക്കുകയല്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇന്ന് വൈകിട്ട് ഡിന്നറിന് ഇങ്ങനെ ആക്കാം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ക്ഷമയോടുകൂടി നല്ല രുചിയുള്ള ഒരു ആഹാരം ഉണ്ടാക്കിക്കോ. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുവാന്നേ. നെയ്യുടെ അളവൊക്കെ പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒത്തിരി പട്ട ഇടണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പട്ട കുത്തും, അതുകൊണ്ട് ഒത്തിരി കുത്തിക്കേണ്ട, ഒരു ഇച്ചിരി
പിന്നെ ആന്നേല ഒരു 3-4 ഗ്രാമ്പു. പട്ടയുടെ ഇല പച്ചയാന്നേലും കുഴപ്പമൊന്നുമില്ല, ഒരു 2 ഇല അങ്ങോട്ട് കീറിയിട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഒരു 3-4 ഇല കേട്ടോ, ഇച്ചിരി നമ്മുടെ ഈ കയ്യിൽ വരുന്ന അത്രയും കുരുമുളക്, പൊടിച്ചതല്ല, തനി കുരുമുളകാ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വറ്റൽമുളക്. വറ്റൽമുളകൊക്കെ നമ്മളത് എന്നാ പറയുന്നത്, കടുക് വറക്കുന്ന കൂട്ടാന്നേ. 1, 2, 3, 4 എത്രയാന്ന് വെച്ചാൽ. ഇതങ്ങോട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേന്, പൊട്ടുക എന്ന് പറഞ്ഞാൽ ഗ്രാമ്പും ഒന്ന് എന്നാ പറയുന്നത്, അത് ഈ കടുക് പൊട്ടുന്ന കൂട്ടം 1-2 എണ്ണം അങ്ങോട്ട് പൊട്ടുവേ. അത് കഴിഞ്ഞേച്ച് നമ്മുടെ ഉള്ളിനകത്ത് ഇടുക. ഇനിയാന്നു ഇതിൻ്റെ ജോലി എന്നാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ളി ചേർത്തേക്കുക. ഇനി ഈ ഉള്ളി എന്ന് പറയുന്നത് നല്ലോണം ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കും. അതും ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം ചേർത്ത നെയ്യില്ലയോ, അതങ്ങോട്ട് തെളിയാൻ തുടങ്ങുമ്പോഴത്തേനെ അടുത്തത് ഞാൻ ചേർക്കത്തുള്ളൂ. അതിപ്പോൾ മഞ്ഞൾപ്പൊടി ആയാലും തക്കാളി ആന്നേലും ഏതായാലും ഓരോ ഇൻഗ്രീഡിയൻസും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഫുൾ പോകണം, ഉള്ളിയിലെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് പോകണം. നമ്മൾ ചേർക്കുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻറ്റിൻ്റെ കംപ്ലീറ്റ് വാട്ടർ കണ്ടൻറ്റ് പോയാൽ മാത്രമേ നെക്സ്റ്റ് ഐറ്റം നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഉള്ളിയുടെ ഒന്ന് കളയാവേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ നമ്മൾ ഇച്ചിരി ക്ഷമയോടുകൂടെ തന്നെ അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റ് പോകണം. പക്ഷെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് അധികം നേരം ഒന്നും എടുക്കുകയില്ല, അതൊരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. ആ ഇഞ്ചിയും വെളുത്തുള്ളി ആന്നേലും ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം. അതെന്താണെന്നറിയോ, നമ്മളിപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ആ മതി, ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുവാന്നേൽ ആ കറിയുടെ സ്വാദങ്ങ് മാറുവേ. ഇനി നമ്മൾ ഈ കറി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതുണ്ടേ, അതിനൊരു ഇച്ചിരി ക്ഷമ വേണമെന്നൊക്കെ പറഞ്ഞ്, ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇച്ചിരി തീയൊക്കെ കുറച്ച് വെച്ചേച്ചൊക്കെ നമുക്കത് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ആ നേരം നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിൻ്റെ കാര്യം പറയാവേ. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ, നമ്മളെ ഈ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒത്തിരി പേരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒത്തിരി ചിരിക്കാൻ പോവുക. അത് വേറെ ആരുമല്ല കേട്ടോ വരുന്നത്, കലാഭവൻ പ്രചോദും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടിയാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ടീച്ചറാന്നു. അന്നേരം ആ ടീച്ചറിൻ്റെ ഒക്കെ ഒരു എന്നാ പറയുന്നത്, നമ്മൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ബേസിക്കലി അറിയാൻ മേല എന്നതാ ഒരു ടീച്ചറിന് മുന്നേ ചെന്ന് ഒരു കുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആവുമോ എനിക്കൊന്നുള്ള അറിയാൻ മേല. പക്ഷെ എന്നാ പറയാ, കണ്ടു തന്നെ പറയാം അല്ലേ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഇട്ടേക്കുന്ന ചേരുവകളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ, ഇതിനോട്ടും കൂടെ ഒന്ന് ശ്രദ്ധ വേണം. ഇനി നമുക്ക് ക്ഷമയോടുകൂടി ഈ കറി ഒന്ന് ഉണ്ടാക്കിയേച്ച് ബാക്കി വിശേഷം പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇച്ചിരി അതിങ്ങനെ മൊരിഞ്ഞു വരുന്നതായിട്ട്, അതായത് കുറച്ച് ക്രിസ്പി ആയിട്ട് വരുവേ. ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് മൂത്തു. ഇനിയാന്നു ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞപ്പൊടിക്കാണെങ്കിൽ അധികം സമയമൊന്നും എടുക്കുകയല്ല മൂക്കാനായിട്ട്. മഞ്ഞപ്പൊടി വേഗമാവും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ തൈര. ഇനി തൈരിലെ കംപ്ലീറ്റ് വെള്ളവും വറ്റി നമ്മുടെ നെയ്യ് ഒന്ന് തെളിയണം, അത്രയും നേരം എടുക്കുവേ.
നമ്മൾ തൈരിലെയും വെള്ളമെല്ലാം വറ്റിയേക്കുക, നമ്മുടെ നെയ്യ് തെളിഞ്ഞു വന്നേക്കുക. ഇനിയാന്നു ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ ചേർക്കാൻ പോകുന്നത്. ഈ ടൊമാറ്റോ ചേർക്കുവാന്നേലും ഈ പറഞ്ഞ കൂട്ട് തന്നെ ടൊമാറ്റോ നല്ലോണം അതിനകത്തോട്ട് വെന്ത് ചേർന്ന് ആ എണ്ണ തെളിയുകയും വേണം. ഇതും ഇതേപോലെ തന്നെ ആ ടൊമാറ്റോ ഫുൾ ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്ന് ആ എണ്ണ നെയ്യ് അങ്ങോട്ട് തെളിയണം. അത്രയും നേരം പിന്നെ ക്ഷമിക്കണം. ഞാൻ ഇച്ചിരി സമാധാനമായിട്ട് ഇരുന്നൊക്കെ ഇളക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ചേരുവകളിനകത്തും ടൊമാറ്റോ നല്ലോണം അതിനകത്തോട്ട് മാഷായി ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ചുമന്ന് കാണുന്ന എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയ അത് അതിനകത്തോട്ട് ചേരുവയില്ല, അത് അങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ അതവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, അതവിടെ കിടന്നോട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? തീ അങ്ങോട്ട് കുറച്ച് വെച്ചും നമ്മൾ ചേർക്കാനുള്ള പൊടിയെല്ലാം ചേർക്കണം. അന്നേരം പൊടി ചേർക്കുമ്പോഴത്തേന് തീ ഇച്ചിരി കുറച്ചില്ലാന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി മുളക് പൊടി എരിവ് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ നിറച്ചാണ് ചേർക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിലേ ഞാൻ ചേർക്കുള്ളൂ. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ജീരകപ്പൊടി. നമ്മൾ മലയാളികളല്ലേ, അന്നേരം ഒത്തിരി ജീരകമൊന്നും ഇഷ്ടപ്പെടുകയില്ല, എന്നാൽ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും വരണം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി, അതൊരു 1/2 ടീസ്പൂൺ വെച്ചു. എന്നുവെച്ച് ഇതിനകത്തോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ആ മസാല പുരട്ടണേ. ഇനി നമ്മുടെ ആ ചേർത്തേക്കുന്ന പൊടിയില്ലയോ, അതങ്ങോട്ട് ഇച്ചിരി മൂക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒത്തിരി അല്ല, ഒരു ഇച്ചിരി. എന്നേച്ച് തീ കൂട്ടിക്കോ. ഇത് ഇച്ചിരി ഇവിടെ ഇരുന്നോട്ടെ, ഒരു ചെറിയ തീയേൽ. നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്നറിയാവോ? ഇത് മസ്റ്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ പനീർ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ. അതല്ല നമ്മൾ വീട്ടിൽ നിന്നല്ല വെളിയിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിലും ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാന്നേലും ചില സമയത്തുണ്ടല്ലോ ഈ പനീർ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതായത് നമ്മൾ കറിക്കകത്തോട്ട് ഇടുമ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മസ്റ്റ് അല്ല, ചിലപ്പോൾ കട്ടിപ്പനീറാന്നേലും അങ്ങനെ തന്നെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചേച്ചിട്ടാലുണ്ടല്ലോ അതങ്ങ് പൊടിയാതെ അതിനകത്ത് തന്നെ കിടക്കും. എന്നാൽ ഒത്തിരി മൂപ്പിക്കരുത്, അതങ്ങ് ഒത്തിരി ഹാർഡായി പോവും, കട്ടിയായി പോവും. അപ്പം നമുക്ക് ഇപ്പുറം ഇച്ചിരി പനീറൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു 2 ക്യൂബ് മതിയാവും. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും മതി കേട്ടോ. ഇന്നതൊന്നുമില്ല. ചേർത്തേക്കുന്ന ഈ മസാലയുടെയും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് എണ്ണ തെളിയണം. അന്നേരം അതവിടെ ഇരുന്നോട്ടെ. ഈ സമയം ഞാനിപ്പറേ നമ്മുടെ പനീർ ഒന്നിച്ചിരി മൂപ്പിക്കുക. ഒത്തിരി മൂക്കണ്ട, ഒന്ന് ബ്രൗൺ ആയി വന്നേച്ചാൽ മതി. ഇത് നമ്മൾ പനീർ ഉണ്ടാക്കുമ്പോഴത്തേനെ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം വരുവേ, അതിനകത്ത് വെള്ളം വരും. അന്നേരം എന്നാ ചെയ്യേണ്ടത്, ചിലത് മേടിക്കുവാന്നേ വരുവല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിലതിന് നമ്മൾ എന്നാ പറഞ്ഞാൽ നമ്മൾ പനീർ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നല്ല കട്ടിപ്പാത്രം എടുത്ത് തന്നെ മേടി വെക്കുവാന്നേൽ ഇത്രയും വെള്ളം വരുവല്ല. വെളിയിൽ നിന്ന് ചിലപ്പോൾ മേടിക്കുവാന്നേൽ ഇച്ചിരി വെള്ളമൊക്കെ കാണും. അന്നേരം അതിനും വെള്ളമുണ്ട്. അന്നേരം ആ വെള്ളവും പറ്റിയേച്ച് അതൊരിച്ചിരി ബ്രൗൺ ആവണം. അപ്പോൾ ഈ സമയത്ത് ഇപ്പറയാന്നേൽ എണ്ണ തെളിഞ്ഞു തുടങ്ങി. അന്നേരം എന്നാ ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് ചേർക്കണം. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കടലമാവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ. ഇത് രണ്ടും സത്യം പറയാമല്ലോ രുചിയില്ല കേട്ടോ. അണ്ടിപ്പരിപ്പോളവും വരികയില്ല ബാക്കി രണ്ടും ചേർത്താൽ. എന്നുവെച്ചാൽ നമുക്ക് എത്രയാ ഗ്രേവി, അതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കൂട്ടാൻ ഒക്കുകയില്ല. ഇതൊരു ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. അന്നേരം നമുക്ക് എത്രയാ കറിയുടെ ആ തിക്നെസ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്തോണം. ഇച്ചിരി ലൂസായിട്ട്, അതായത് നമുക്ക് വേണ്ടിയ കറിയുടെ ആ ഒരു തിക്നെസ് ഇല്ലേ
ആ കറിയുടെ തിക്നെസ്സിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി വെള്ളം ഒന്ന് കൂട്ടി ചേർത്തോണേ. പനീർ ഇത്രയും ബ്രൗൺ അയച്ചാൽ മതി, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ ആ പനീർ കഴിക്കാനായിട്ട്. ഇനി ബാക്കി പനീർ ആ ചൂടായ പാനെ കിടന്ന് തന്നെ മുരിഞ്ഞേച്ചാൽ മതി. നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നോണ്ടേ അത് നല്ല കുറുകി 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 തന്നെ വരും. അന്നേരം ആ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചോണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കസൂരി മേത്തി, ഒരു ഇച്ചിരി ഉപ്പിട്ടാൽ മതിയേ. കാര്യം എന്നാന്ന് പറഞ്ഞുതരാം. നമ്മൾ ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഇത് അൺസോൾട്ടഡ് അല്ല, ഉപ്പുള്ളതാണ്. അന്നേരം അതിനും ഇച്ചിരി ഉപ്പുണ്ട്. പിന്നെ അന്നേരം എനിക്ക് ഒത്തിരി ഉപ്പിടാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം കറിക്ക് ഉപ്പില്ലേ രുചിയില്ല കേട്ടോ. ഇതാന്നേൽ ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടേച്ച് ആ എണ്ണ തെളിയുന്നിടം വരെ കിടന്നോട്ടെ. അന്നേരം പാനയിൽ ഇതേണ്ട പനീർ ഇത്രയും ബ്രൗൺ ആവാൻ പാടുള്ളൂ, അതിനപ്പുറം ബ്രൗൺ ആവുകയല്ല. അന്നേരം ഇതും ഇച്ചിരി ബ്രൗൺ ആയി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇടും. ഇട്ടേച്ച് കുറച്ച് നേരം അടച്ചിട്ട് ആ പനീറിലും കൂടെ ഇതൊന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് പിടിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു 50-50 ബേസിസ് വെച്ചോ. ആ കറിക്ക് ഒരു ഇച്ചിരി ഒരു ഗരം മസാലയുടെ ടേസ്റ്റ് വേണ്ടേ, അന്നേരം അത് ഇച്ചിരി ഒരു ഗരം മസാലയും കൂടി ഇട്ടേച്ച് പനീർ ചേർത്താൽ മതി. ഇനി ഞാൻ ഈ പനീർ ഇതിനകത്തോട്ട് ഇടുക. ഇനി ഇത് ഇച്ചിരി നേരം ഇവിടെ കിടക്കട്ടെ. അന്നേരം ഇത് മാത്രം പോരാ, ഇനി ഇതിനകത്തോട്ട് ഞാൻ അടയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഇട്ട കസൂരി മേത്തി ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നേ. അന്നേരം ആ മണം വരുന്നില്ല, എന്നാലും ഒരു ഇച്ചിരിയും കൂടി ഇട്ടേച്ച് ഒരു ക്യൂബ് ബട്ടർ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. അതായത് നമ്മുടെ പനീറും കറിയും എല്ലാത്തിനകത്തും കൂടെ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യൂബ് ബട്ടർ ഇടും. എന്നേച്ച് നമ്മൾ വിളമ്പാൻ നേരം ഉണ്ടല്ലോ, ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി വെച്ച് ഒരു ക്യൂബും കൂടി ഇട്ടേച്ച് വേണം വിളമ്പാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിന്ന് സെർവ് ചെയ്യാൻ പോകുന്നതേ നാണാന്നു ഏറ്റവും ടേസ്റ്റ് കൂടുതൽ, അല്ലെങ്കിൽ ബറോട്ട അധികം നേരം ഒന്നും ഞാൻ പറയുവല്ല, ഇത് ചീത്തയാന്ന് അറിയാം. പക്ഷെ എന്നാലും നാണും ഈ പറഞ്ഞു കൂട്ട് എന്നെ ആകേടല്ലേ. ബറോട്ടയുടെ വേറൊരു ഷേപ്പാന്നേ ഉള്ളൂ, എല്ലാം ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ഏതാണ്ട് ഒരു തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഒരു ഇച്ചിരി ഒരു സ്വാദം ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി ആന്നേലും ഏറ്റവും നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമസ്തേ 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 ചേട്ടാ വന്ന നമസ്തേ നമസ്തേ. എനിക്കിന്നേ ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടാ. എന്നാന്നറിയാമോ, ഈ ഇടയ്ക്കായിട്ടേ എന്റെ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങ് പോരുവാ, എല്ലാം കോട്ടയംകാരല്ലേ. അതാ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കും ഞാൻ അവിടെ ഉള്ളവരെ നാട്ടുകാരെ എല്ലാം ഇങ്ങ് വിളിച്ചു വരുത്തുവാന്ന്. അല്ലല്ലോ അല്ലേ, ഞാൻ അങ്ങനെ ഒന്നും വിളിച്ചു വരുത്തിയതല്ല. പക്ഷെ എനിക്കും അതിലേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് ഷോസ് ഇങ്ങനെ ഇന്റർവ്യൂ അങ്ങനെ ഫാമിലി ആയിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇതിന് ഞാൻ ഫാമിലി ആയിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്വീകരണം തന്ന് യാത്ര ചെയ്ത ഒരു ഷോ ആയിരിക്കും. ആ ഷോ ആണോ? അത് കൊള്ളാം കേട്ടോ, അത് ഗംഭീര ഷോ. എന്തായാലും ഫാമിലി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും പ്രചോദനാണ് കൂടുതൽ എല്ലാരും കണ്ടേക്കുന്നത്. പക്ഷെ ഭാര്യ അധികം ഞങ്ങൾ ആരും കണ്ടേക്കുന്നില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, ഞങ്ങൾ എല്ലാരും ഒന്ന് കാണട്ടെ അല്ലേ? സത്യമല്ലേ ഞങ്ങൾ പറഞ്ഞ? ഈ ആദ്യം പേര് പറയാം. എനിക്കറിയാം ലക്ഷ്മി. എന്നാ ചെയ്യുക? ടീച്ചറെ കുറച്ച് ദൂരെ നിൽക്കാൻ, ചിലപ്പോ ചൂരലൊക്കെ എടുത്ത് വെച്ച് തന്നാലോ അല്ലേ. അപ്പൊ എനിക്കാ പ്രശ്നം, ടീച്ചേഴ്സിന് ഇപ്പൊ തല്ലാൻ പാടില്ലല്ലോ. വെരി ഗുഡ്. ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്? മലയാളം. അത് പിന്നെ കുഴപ്പമില്ലല്ലേ, നമുക്ക് വല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞോട് ഒരുപാട് വിശേഷമുണ്ട് ചോദിക്കാന്. അത് മാത്രമേ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പ്രചോദന, കുറെ നാളുകൊണ്ട് ചോദിക്കണം വിചാരിച്ച, ഇത് വിഗാണോ ഈ മുടി? ഇതോ അല്ല, എന്താ തോന്നുന്നു, വിഗാണോ അതോ എങ്ങനെയാണ് തോന്നുന്നു? എനിക്ക് ഭയങ്കര സംശയമുണ്ട്. ചോദിക്കട്ടെ? അയ്യോ അല്ല, നേരത്തെ റിമിയും വലിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം തോന്നിയതല്ല. അല്ലല്ല, അത് ഈ വിഗ് ആണെന്നുള്ള ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നത്.
ഞങ്ങൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ആൾക്കാരിങ്ങനെ ചോദിക്കുമായിരുന്നു വിഗാണോ വിഗാണെന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ കുവൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നപ്പോൾ രണ്ടുപേരും ഇങ്ങനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചെൻ്റെ തലയെ പിടിച്ചിട്ട് ഒറ്റ വലി വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാറി ഇപ്പോൾ ഞാൻ ഇതിന് പ്രോഗ്രാം മോശമാണ്ടാവും ഞാൻ ചേട്ടാ പ്രോഗ്രാം മോശമാണ് അല്ലല്ല ഞങ്ങൾ തമ്മിൽ ബെറ്റ് ഉണ്ടായിരുന്നു വിഗ് അവൻ പറഞ്ഞത് വിഗാണെന്ന് ഞാൻ പറഞ്ഞ അല്ലാന്ന് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് എങ്ങനെ ആക്കി തലമുടി നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന മുടിയായിരുന്നു ചെറിയ സ്കൂളിലൊക്കെ അത് കാലം അനുസരിച്ച് ഇങ്ങനെ മാറുമെന്ന്. ടീച്ചറിനെ കണ്ടിട്ട് അനുസരണയുള്ള കൊച്ചിനെ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ല എനിക്ക് തോന്നുന്നു ഈ പരിപാടി കണ്ടപ്പോൾ സാറിന് ബോറാണെങ്കിൽ ആൾക്കാർ എഴുന്നേറ്റ് 40 രൂപ വിളിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഈ മുടി അത് കേട്ടിട്ട് മടുത്താൻ തോന്നി ഞാൻ സൈഡിലോട്ടൊക്കെ ചെരിഞ്ഞ് മറ്റേ മുള്ളമ്പന്നി പോലെ വിൽക്കായിരുന്നു. ഇപ്പൊ മോന്റെ ഇതുമല്ല അവൻ കഷ്ടപ്പെടുക ഇപ്പം ഇതേ കൂട്ട് അപ്പനെ കൂട്ടാക്കാനോ. എന്തായാലും വിശേഷങ്ങൾ ഒരുപാടുണ്ട്. വരി ചേട്ടാ നമുക്ക് അവിടെ ഇരിക്കാം. വെജിറ്റേറിയൻ ആ ചെയ്തതേ വെജ് അല്ലേ? വെജ് കണ്ടോ ഞാൻ എന്നാന്നറിയാ ചെയ്തേ നമ്മുടെ പഞ്ചാബി കറികളൊക്കെ ഇച്ചിരി നല്ലയാന്ന് പറയത്തില്ല ഈ ദാബ പഞ്ചാബി ദാബ ഈ വഴിയോര കട പഞ്ചാബികൾക്ക് ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ മാത്രമായിട്ട് ഇങ്ങനെ ഈ തട്ടുകട കൂട്ടുണ്ടാക്കുവല്ലേ അവിടുത്തെ ഒരു കറിയാ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. പനീറൊക്കെ കഴിക്കുവേരെ ഉണ്ടാക്കും. എന്നൊക്കെ ടൈപ്പാ നാടൻ ഭക്ഷണമാണോ ഇതേ കൂട്ടാന്നോ ചില്ലിയാന്നോ ചൈനീസ് ആന്നോ? പിള്ളേർക്കൊക്കെ ഇതല്ലേ ഇഷ്ടം. അന്നേരം ഈ ടേസ്റ്റ് കൺസിഡർ ചെയ്താ നമ്മളെല്ലാം ചെയ്യുന്നല്ലേ. അപ്പൊ കുക്കിങ്ങിൽ പരീക്ഷണമൊക്കെ നടത്തും. ഏതാ കൂടുതലും? നോൺ വെജ്? ചിക്കൻ ഇവർക്ക് ഇഷ്ടം. ചിക്കന് ബീഫ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഉപ്പ് എങ്ങനെ നോക്കുന്നത്? മണത്ത് മിടുക്കി മോശമല്ലല്ലോ. അപ്പൊ ഉപ്പ് കറക്റ്റ് ആയിരിക്കോ? അല്ല കറക്റ്റ് നമ്മളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ ഇത് നോക്കും ഏകദേശം. അല്ലെങ്കിൽ പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇച്ചിരി ഇട്ടാൽ മതിയല്ലോ. ഇച്ചിരി കുറഞ്ഞാലും വേണ്ടതല്ല. നമുക്ക് സ്മെല്ല് വരുമ്പോ അറിയാം കേട്ടോ. അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ തലമുടിക്ക് വേണ്ടിട്ട് ഇത്രയും പ്രയത്നപ്പെടുന്ന ശരിക്കും അതിന് അത്രയും കെയർ ചെയ്യുന്നുണ്ട് തലമുടിയോ? ഇല്ല അങ്ങനെയില്ല. ഞാൻ തലമുടിയെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് തലമുടി ഇങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നില്ലല്ല. ആദ്യമൊക്കെ ഒരുപാട് പേര് മുള്ളംപന്നി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ അതൊക്കെ പിന്നെ അതങ്ങ് വിട്ടു. അതിന് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ എണ്ണയൊന്നും തേക്കാതായപ്പോൾ മുടി ഇങ്ങനെ ആയി. അല്ല ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് ചില സമയത്ത്. നമുക്ക് മാനസികമായിട്ട് ചില സമയത്ത് ഫീൽ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളൊരു പ്രോഗ്രാം ചെന്നപ്പോൾ കോട്ടയം നസീർക്ക ഷാജോണ് ഇവരൊക്കെ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അവിടെ ചെന്നിരിക്കുക എന്നപ്പോൾ പറഞ്ഞു നസീർക്ക എന്നെ നോക്കിയിട്ട് പറഞ്ഞേട്ടാ ഇവിടെ ടോപ്പ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് പെട്ടെന്ന് ഫീലായി. നമ്മൾ ശരി ഓക്കെ ഇനി അവർ വലിയ ആൾക്കാരാണ് ഇനിയിപ്പം നമ്മളവിടെ ഇരുന്നോ പിടിക്കുകയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം മാറി നിന്ന് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു എടാ തമാശ പറഞ്ഞാൽ ടോപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ ഈ വിഗ് വെച്ചിട്ടുണ്ട് ടോപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ടോപ്പ് ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ നിരന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുക ശരി 1 2 3 അപ്പൊ ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞത്. നസീറൊക്കെ സംബന്ധിച്ചാൽ ഫീലിംഗ്സ് ഇല്ലാത്തതുകൊണ്ട് നസീറയുടെ പേര് പറഞ്ഞു. ഞാൻ ഒരു ഇന്റർവ്യൂല് വായിച്ചതാണ്. അന്നേരത്തോട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ നമ്മൾ അധികം കാണാത്തോണ്ട് പറ്റിയില്ല. ഈ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പോലീസിനോടും കള്ളം പറയരുതെന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അതായത് പോലീസുകാരെ കാണുമ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു. പേടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. കോളേജിലൊക്കെ നമ്മൾ ഒരുപാട് രാഷ്ട്രീയമൊക്കെ കളിച്ച് ഒരുപാട് സംഭവങ്ങളിൽ അങ്ങനെ അടിപിടി കേസൊക്കെ ഒരു പോലീസ് വരുമ്പോൾ നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടുക. അപ്പോൾ ഈ ഒരു സാധനം മനസ്സിലുണ്ട്. അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് ലേറ്റായിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരിക്ക് വരാൻ നേരം രാത്രി സമയത്ത് ബസ് കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ നടക്കും, ചിലപ്പോൾ പല വണ്ടിക്ക് കൈ കാണിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് അന്ന് ഹർത്താലായിരുന്നു. അപ്പോൾ അന്ന് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് ഒരു വണ്ടിയില്ല. ഹർത്താലായതുകൊണ്ട് വണ്ടി ഒന്നും പോകുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെയല്ല, ഒരു ദിവസം ഫുള്ളാണ് ഹർത്താൽ. 24 മണിക്കൂർ ഹർത്താലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് നമ്മൾ ഏകദേശം ചങ്ങനാശ്ശേരി അടുക്കാറായി, പെരുന്നയായി. പെരുന്ന ഇങ്ങനെ ആ ജംഗ്ഷനോട്ട് വന്നപ്പോൾ ഒരു വണ്ടി, പോലീസ് വണ്ടി നേരെ വളഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇടപെടാന്ന് വെച്ചു.
അപ്പം നമുക്ക് ഈ പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി വന്ന് നിൽക്കുക. അപ്പോൾ പറയാം സാറേ ഞങ്ങൾ ഈ ആലപ്പുഴ ഒരു മരിപ്പ് അറിയിക്കാനായിട്ട് പോകാൻ നിൽക്കുക. എന്നാൽ കയറാ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി നേരെ പിന്നെ ആലപ്പുഴയിൽ നിന്ന് വീണ്ടും നടന്ന് ചങ്ങനാശ്ശേരിക്ക് പറഞ്ഞു. ആലപ്പുഴ നടന്നു വന്ന ചങ്ങനാശ്ശേരി എത്തിയ ആൾക്കാര് പിന്നെ പിന്നെ നടക്കേണ്ട കാര്യം ആ സമയത്ത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. വെപ്രാളത്തിന് പറഞ്ഞു പോയത്. പിന്നെ നടന്നപ്പോ ജീവിതത്തിൽ മനസ്സിലായി ഇനി കള്ളം പറയല്ല. ഇവിടെ എല്ലാരും വന്നപ്പോഴത്തേക്ക് പാട്ടൊക്കെ പാടിയേ. ശരിക്കും ഇതുവരെ ആരും പാരഡി പാടിയിട്ടില്ല. എനിക്കൊരു പാരഡി പാട്ട് പാടിത്തരുമോ? പാരഡി പാട്ടെന്ന് പറയുമ്പോൾ നല്ലതായിട്ട് പാടുന്ന ആളാന്ന് എനിക്കറിയാം. പക്ഷേ പാരഡി പാട്ട് ഞാൻ പാടാം. എനിക്ക് അതിലുപരി എനിക്കിപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ ഒന്ന് പാടാം. അത് ഒരു നാടൻ പാട്ടിന് 2 ലൈനാണ്. അത് നമ്മുടെ രസികൻ എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് അധികമാരും അങ്ങനെ പാടിയിട്ടില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് ഞാനിവിടെ പാടുകയാണ്. ചാഞ്ഞു നിൽക്കണ പൂത്തമാവിൻ്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണചന്ദ്രനെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവില പലമരത്തിലു മൂങ്ങ 3 ചിലയ്ക്കുമ്പോൾ കോർത്തു പിഞ്ചിയ കയറിൻ്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും, ഞാനിന്ന് തൂങ്ങി മരിക്കും. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ. പൂവ് ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ട് തന്നവനാ, മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ. അക്കരെ നിന്നൊരു മാരനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ, പെണ്ണെ നീ എന്നെ മറന്നില്ലേ. അവനിക്കരെ വന്നപ്പോൾ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ, പെണ്ണെ നീ ഒറ്റുകൊടുത്തില്ലേ. എങ്ങനെ ഈ കലാഭവനിലേക്ക് വന്നേ? അതോ കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമായിരുന്നു ഇതൊക്കെ വരാനും? കലാഭവനിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ മിമിക്രി ചെയ്യുമായിരുന്നു. കലാഭവനിൽ വന്നത് ഞാൻ 95 MG യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം ഏറ്റുമാനൂർ ഒരു ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം കാണാൻ ചെന്നപ്പോൾ മണിച്ചേട്ടനെ ചെന്ന് കാണുകയും അപ്പോൾ അന്ന് കുറച്ച് 1ാം സ്ഥാനം കിട്ടിയോണ്ട് കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ മണിച്ചേട്ടനെ കാണിച്ചു. പറഞ്ഞിട്ട് അടുത്ത 1 മാസം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ മാറുകയാണ്, അപ്പോൾ അവിടെ വേക്കൻസി കാണും, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് പേര് പറയാം എന്നൊക്കെ പറഞ്ഞ് മണിച്ചേട്ടനാണ് അത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആബേലച്ചനുള്ള സമയത്താണോ ഈ കലാഭവനിലേക്ക്? അതെ അതെ അതെ. ആ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. കാര്യം അന്ന് ഒരു 10-200 പേരോളം ഉണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂ ആയിട്ട്. അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണ്. അപ്പം അച്ഛനെ സംബന്ധിച്ചുള്ള അച്ഛന് എല്ലാ നടന്മാരൊന്നും അറിയില്ല. അച്ഛനെ നമ്മൾ പപ്പുവിനെ എടുത്ത് അച്ഛൻ ചിരിച്ചിട്ട് കുഞ്ചൻ കലക്കി എന്ന് പറയും. അച്ഛന് ഈ എല്ലാ നടന്മാരുടെയും സൗണ്ടൊന്നും അറിയില്ല. അച്ഛന് ഒരു പ്രാവശ്യം തിലകൻ സാറ് പണ്ട് അവിടെ റെക്കോർഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെക്കോർഡിങ് വന്നപ്പോൾ തിലകൻ സാറ് വന്ന് അബലച്ചൻ്റെ റൂം ഏതാ എന്ന് ചോദിച്ചു. നേരെ അകത്തോട്ട് കയറി. അപ്പോൾ ഇവർ തമ്മിൽ 1 മണിക്കൂറോളം സംസാരിച്ചു, നാടകത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ എഴുന്നേക്കാൻ നേരം തിലകൻ സാറിനോട് ചോദിച്ചു, ഈ തിലകൻ എന്താ പണി? അപ്പോൾ 5 മിനിറ്റ് ഷോക്കായി. 1 മണിക്കൂർ വർത്താനം പറഞ്ഞിട്ട് ഈ തിലകൻ കലാഭവനിൽ വരുന്നോ? അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ഇന്റർവ്യൂവിൽ 1-man ഷോ ഒക്കെ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ഈ അമേരിക്കൻ ട്രിപ്പിന് പോകുന്ന ഒരു സെലക്ഷൻ വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഇവിടുന്ന് ഒരുപാട് പരിപാടിക്കൊക്കെ ഒരുപാട് ആൾക്കാർ പോകാറുണ്ട്, നിങ്ങളെയും കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഒരു 2 വർഷം മുമ്പ് അമേരിക്കയ്ക്ക് പോയി ഒരു 30 തബലക്കാരും 5-6 പാട്ടുകാരും ഒക്കെ ആയിട്ടാണ് പോയത്. തിരിച്ചു വരാൻ 30 തബലയും ഞാനും മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും കൂടെ മുങ്ങി. അല്ല, അമേരിക്കയിൽ പോയി മുങ്ങുമല്ലോ അന്നത്തെ സമയത്ത് ആൾക്കാർ അവിടെ പോയി മുങ്ങി ജോലിക്ക് നിൽക്കും. ശരിക്കും അവിടെ എന്നതാ കോഴ്സ്? ശരിക്കും പറഞ്ഞാൽ എന്നതാ? കോഴ്സ് ഒന്നുമില്ല. ആ കോഴ്സ് എന്ന് പറയുന്നത് പിന്നീട് തുടങ്ങിയതാണ്. അതായത് ശരിക്കും കലാഭവൻ എന്ന് പറഞ്ഞാൽ പലരുടെയും ധാരണ സിനിമയിലേക്കുള്ള എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ ജയറാമേട്ടനൊക്കെ സിനിമയിൽ കത്തിക്കയറിയപ്പോൾ ഒരുപാട് പേര് കലാഭവനിലേക്ക് പിള്ളേർ മിമിക്രി പഠിക്കാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു ക്ലാസ് അങ്ങ് തുടങ്ങിയാലോ എന്ന് പറയാം. സത്യം പറയാം, ഒരു ബാച്ചിൽ തന്നെ 110 പിള്ളേരടങ്ങുന്ന ഒരു 6 ബാച്ചായിരുന്നു കലാഭവനിൽ. സത്യം പറയാൻ നമ്മളൊന്നും സാറന്മാരായിട്ടില്ലെങ്കിൽ പോലും നമ്മളെയൊക്കെ സാറെന്ന് പിള്ളേർ വിളിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. ഭയങ്കര ഡിസ്കഷനൊക്കെ അവിടെ. നമ്മൾ ഈ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഒക്കെ കണക്കെടുക്കുന്ന പോലെ അവൻ്റെ ഉമ്മർ ശരിയായില്ല, മറ്റേ ജനറൽ പ്രാക്ടീസ് ശരിയായി. നമ്മൾ ഇടനാഴിയിൽ നിന്നിട്ട് ഭയങ്കര ഡിസ്കഷനൊക്കെയാണ്. അപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ട്രെയിൻ ഊതാൻ പറയും. അപ്പം ഇങ്ങനെ ഊതും. അപ്പോൾ ഈ ആദ്യത്തെ ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ കിടന്ന് പരിശ്രമിക്കും. ആ മൂലയ്ക്കൊക്കെ പോയിട്ട് ഇത് കിട്ടും, സാറേ കിട്ടി എന്ന് അടുത്ത് വന്നിട്ട് നമ്മുടെ സാറേ കിട്ടിയില്ല, ഓടാ പോയി പഠിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് അവിടെ. അപ്പോൾ ഇത് പിള്ളേർക്ക് ഭയങ്കര ഹരമാണ്.
അങ്ങനെ പിള്ളേർ സിനിമയിൽ കയറാൻ വേണ്ടി ഒരു ആകാംക്ഷയോട് കൂടി ആദ്യത്തെ ഒരു 4-5 മാസം ഫുൾ കോഴ്സായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അത് പരാജയപ്പെട്ടപ്പോൾ പലരും പതുക്കെ അങ്ങ് പിൻവാങ്ങി. ഈ പറഞ്ഞ സ്റ്റേജിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ടാവില്ലേ തല്ല് കിട്ടിയതോ അല്ലെങ്കിൽ മുങ്ങാനായിട്ട് ഇങ്ങനെ അയ്യോ കുഴപ്പമായി എന്നുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, സ്റ്റേജിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു ക്ലൈമാക്സ് ഐറ്റത്തിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. ഈ ഐറ്റം ചെയ്തപ്പം കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ അയൽവക്കക്കാരനാണ് മരിച്ചു പോകുന്നത്. അയൽവക്കക്കാരൻ മരിച്ചു വീണു. അപ്പോൾ ആൾക്കാർ ചിരിച്ചില്ല. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന ആൾ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് ആരും ചിരിക്കുന്നില്ല. സത്യം എല്ലാവരും ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ പുള്ളി പതുക്കെ മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പുള്ളി ഇങ്ങനെ മൈക്കിന് പ്രിയമുള്ളവരെ ഈ മരിച്ചു കിടക്കുന്ന ആ കൊച്ചിൻ്റെ അച്ഛൻ ക്ലൈമാക്സ് അല്ലേ ഇത്, ചിരിച്ചില്ല പരിപാടി തീർന്നില്ല. പുള്ളി ഇങ്ങനെ വീട്ടിട്ട് പുള്ളി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി. ആരും അപ്പൊ എല്ലാവരും നോക്കുന്നത് എന്താ ഒന്നുമില്ല. അപ്പം വേറെ മാർഗ്ഗമില്ല, കൈ അടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കൈ അടിക്കുന്നത്. ഈ പിള്ളേരെല്ലാം എഴുന്നേറ്റ് വന്നിട്ട് പ്രിയമുള്ളവരെ ഈ മരിച്ചു കിടക്കുന്ന കൊച്ചിൻ്റെ അച്ഛൻ. കോമഡിക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴാണ് നമുക്ക് പറയാത്. കാര്യം ഇപ്പൊ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ഒക്കെ വന്നതുകൊണ്ട് ഇത് ഏറ്റില്ലെങ്കിൽ പോലും ഇപ്പം മരിച്ചു വീണല്ലോ കൈ അടിച്ചു. അപ്പം അടുത്ത് നമുക്ക് മനോഹരമായ ഒരു പാട്ടിലേക്ക് പോകാം. ഈ നമ്മൾ സ്റ്റാർ പോലും ചെയ്യുമ്പോൾ ആൾക്കാർ തിരിച്ചു പറയും. അതായത് നേരെ തിരുമേനി ഈ പച്ചൻ പള്ളക്കൂടത്തിൽ പോയിട്ടില്ല എന്നെ ഫ്രണ്ടിൽ നിന്ന്, പിന്നെ നീ പോയിട്ടുണ്ടോടാ ഈ ഡയലോഗ് പറഞ്ഞാൽ കുറച്ചു നേരം ഡയലോഗ് മുഴുവൻ പോകും. എന്റെ വർഗീസിന്റെ ഡയലോഗ് ഉണ്ട്, അടിച്ചത് ആരാണ് നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? സേഡ്ജി എന്ന് പറഞ്ഞു അവിടുന്ന് ആൻസർ വന്നു. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അത്ര കോൺഷ്യസ് ആയിരിക്കണം. എല്ലാം ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്നില്ലേ കയ്യിൽ നിന്ന് പോവുകയല്ലേ. ഈശ്വര, സ്റ്റേജ് പ്രോഗ്രാം ചെയ്ത് കണ്ടിട്ടില്ലേ? ഇഷ്ടമുള്ളത് ഏതാ, അഭിനയിക്കുന്നതാണോ അതോ സ്റ്റേജിൽ ചെയ്യുന്നതാണോ ഇഷ്ടം? സ്റ്റേജിലാണ് ഇഷ്ടം. ടീച്ചറിനെ കണ്ടുമുട്ടിയതൊക്കെ എങ്ങനെയാ? എൻ്റെ അമ്മയും പ്രചോദന്റെ ഒരു ചിറ്റയും കൂടെ ഒരുമിച്ച് ടീച്ചേഴ്സ് ആയിരുന്നു. ഓ ശരി. അങ്ങനെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ കല്യാണം ആലോചിച്ചതാ? പ്രചോദന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോകാറുണ്ടോ അതോ കല്യാണത്തിന് ശേഷമാണോ അതോ മുന്നേ അത് ഇന്ന ആളാന്നുള്ളത് അറിയാൻ മേലായിരുന്നു? പ്രോഗ്രാംസ് അധികം ഞാൻ കാണിച്ചിട്ടില്ല. അതായത് നമ്മള് കല്യാണം കഴിച്ചിട്ട് മതിയല്ലോ നമ്മള്. അതിന് മുന്നേ കണ്ടിട്ടില്ലേ? ഉണ്ട് കാണാറുണ്ട്. ആണോ? അത് കല്യാണം ആലോചിച്ചതിന് ശേഷമാണോ അത് അതിന് മുന്നേ ഇന്ന വ്യക്തി അറിയാമായിരുന്നു? അല്ല, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിച്ചതിന് ശേഷമാണോ കാണുന്നേ? അല്ല, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ പറയുന്നു. അപ്പം കുഴപ്പമില്ലാതെ ഒരു കല്യാണം നടത്തി തന്നു. അങ്ങനെയായിരുന്നല്ലേ? ഇത് പിന്നെ നേരത്തെ ഡീസന്റ് ആയിട്ടൊക്കെ പറഞ്ഞു എന്നാത്തിനാ? ആദ്യം പ്രചോദനം നിങ്ങൾ തമ്മിൽ അറിയായിരുന്നേ, എന്നുവെച്ച് വീട്ടിൽ പറഞ്ഞ കാര്യം നടത്തിയതല്ലേ? അല്ല, എന്നറിയോ, ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഏറ്റുമാൻ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ കണ്ടുമുട്ടി ഇതൊന്നും പറയണമല്ലോ. കാര്യം നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെ ആണല്ലോ. അപ്പൊ അതൊന്നും നേരത്തെ ഒന്ന് പറയണം വീട്ടില്. പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഏതാണ്ട് അമ്മയും ചിറ്റയും കൂടെ ആലോചിച്ചതാന്നാ വിചാരിച്ചേ. തെറ്റിദ്ധരിച്ചു കേട്ടോ. ഞാൻ ഡീസന്റ് ആയിട്ട് ഇത്രയൊക്കെ ആയിട്ട് ഇവിടെ ആദ്യമേ ആലോചിച്ച് വെച്ചേച്ച അമ്മയും ചിറ്റയും കൂടെ കേറി അങ്ങനെ ഇരുന്നോട്ടെന്ന് വെച്ചോണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ പ്രചോദനം. ഇപ്പൊ കറങ്ങി തിരിഞ്ഞാന്നേലും ഞാനിത് പിടിച്ചേ, ഇവിടെ വരുന്ന 98% ആൾക്കാരും ഏതാണ്ട് ഇത് തന്നെയാ. എല്ലാരും ലവ് മാരേജസ് എന്ന് വെച്ചാൽ വലിയ ഡീസന്റ്. അവിടെ വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞാലേ സ്കൂളിൽ ചെല്ലുമ്പോ ഞാൻ പഠിപ്പിക്കുന്ന പെൺപിള്ളേരോട് ഞാൻ പറയും ഇങ്ങനെ നടക്കരുത് അങ്ങനെ നടക്കരുത്. അപ്പൊ സ്റ്റോപ്പ്. ടീച്ചർ നല്ല ടീച്ചറാ. എനിക്ക് മലയാളം എന്ന് കേൾക്കുമ്പോ ഏറ്റവും വലിയൊരു തോന്നുന്നത്, ഈ മലയാളം ടീച്ചർമാർക്ക് ഒരു കുഴപ്പമുണ്ട്. പദ്യം പഠിച്ചില്ലല്ലോ, ഇതാണ്ട് ഇവിടോട്ട് ഒരു ഞുള്ളു വരും. നമ്മൾ ഇരുന്നിടത്ത് ഇങ്ങനെ എണീക്കുന്ന ഒരു സെക്കൻഡ് ഞുള്ളിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞുള്ളാനൊന്നും പറ്റത്തില്ല കുഞ്ഞെ. പിന്നെ എന്നാ ചെയ്യും? ഞുള്ളാനും അടിക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനൊക്കെ മയത്തിലൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ പോവാതേ ഉള്ളൂ. പഠിച്ചിട്ട് പറഞ്ഞ സത്യം പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞ മലയാളം ടീച്ചർമാരെ കാണുമ്പോഴേ പേടിയാ. ഞാൻ കുറെ ഞുള്ളു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്ന ബെഞ്ചിൽ ഇങ്ങനെ എണീക്കും. അയ്യോ എന്നെ ഞുള്ളാൻ നേരം കിടക്കുകയും ചെയ്യും. ബാലാവകാശം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഞുള്ളിന്ന് രക്ഷപ്പെടായിരുന്നു. വായിക്കുവോ പ്രചോദനം ഒരുപാട് പുസ്തകങ്ങൾ? ഇപ്പം ലക്ഷ്മിയൊക്കെ വന്നേ പിന്നെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചുള്ള ടീച്ചർ വന്നേ പിന്നെ അതിന് മുമ്പും പുസ്തകമൊക്കെ വായിക്കുമായിരുന്നു. അന്ന് ബോമന മോളിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ബുദ്ധിപരമല്ല. ഇപ്പൊ നമ്മള് ചില സ്ഥലങ്ങളിൽ ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അപ്പൊ ഈ നമ്മൾ ആദ്യം ഈ സംസാരത്തിൽ നിന്ന് ഒഴിവാകുമായിരുന്നു.
നമ്മൾ എന്തെങ്കിലും വിളിക്കുമ്പോൾ ആശംസ പറയാൻ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് മുമ്പുള്ള ഒത്തിരി സംസാരിച്ചു, ഇനി ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വർത്താനം പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ പുസ്തകങ്ങൾ അറിവ് ഒത്തിരി നേടിയാലല്ലേ ഒക്കത്തുള്ളൂ. ശരിയാ. പ്രചോദനം എനിക്ക് ഏറ്റവും ഒരു വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോൾ എനിക്ക് മണിച്ചേട്ടനെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ശരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനും ഏട്ടനുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഈ പ്രോഗ്രാം വന്നപ്പോൾ തുടങ്ങി മണിച്ചേട്ടനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഒത്തില്ല, എന്നെ കൊണ്ട് പറ്റിയില്ല, ദൈവം സമ്മതിച്ചില്ല അത്. പക്ഷെ പ്രചോദനും മണിച്ചേട്ടനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? അറ്റ്ലീസ്റ്റ് ആ ഒരു ശബ്ദമെങ്കിലും, മനുഷ്യന്റെ ഒരു ശബ്ദമെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ തന്നാൽ മതി. തീർച്ചയായിട്ടും. അല്ല, മണിച്ചേട്ടനെ സംബന്ധിച്ചോളം എന്താ പറയുക, എനിക്കൊരു കലാഭവനോട് കണക്ഷൻ ഉണ്ടാക്കി തന്ന ഒരാളാണ്. അതിലുപരി പല ട്രിപ്പുകളിലും ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ശരിക്കും ഞാൻ ആനി ഇവിടെ ചിക്കൻ പലതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ മണിച്ചേട്ടൻ ചിക്കൻ ഉണ്ടാക്കുന്ന പേരിട്ടാണ്, ആംഗ്രി ചിക്കൻ എന്ന് പറഞ്ഞൊരു പേരിട്ടായിരുന്നു. കാരണം മണിച്ചേട്ടനൊക്കെ അവിടെ ചെന്ന് മണിച്ചേട്ടൻ കുക്കിംഗ് ആണ്, ചിക്കനൊക്കെ ഗംഭീരമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മുഴുവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര ദേഷ്യവും പിണക്കവും ഒക്കെ. അപ്പം അത് ഓരോരുത്തരും ഉണ്ടാക്കി കഴിപ്പിക്കുക എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ നമ്മൾ ഇടിക്കാൻ വരും, ഒക്കെ പേടിയായിരുന്നു മണിച്ചേട്ടനായിട്ട് സംസാരിക്കാൻ. പക്ഷേ അതിലുപരി എന്താ പറയുക, നഷ്ടം എന്ന് പറയുന്നൊരു വലിയ നഷ്ടം തന്നെയാണ് മണിച്ചേട്ടൻ്റെ ഒരു നഷ്ടം. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ആവശ്യപ്പെടുന്നതും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ആവശ്യപ്പെടാറുണ്ട്. മണിച്ചേട്ടൻ സാധാരണ സ്റ്റൈൽ പറയുന്നത്, പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭവമണി, ബായി കുച്ചാണ്ട് പാണം കത്തണുമ്മ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമ്മ, അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. അയ്യോ, ശരിക്കും എനിക്കിവിടെ പ്രചോദനെ തോന്നിയില്ല, മനുഷ്യനെ മാത്രമേ തോന്നിയുള്ളൂ ശരിക്കും. താങ്ക് യു. ഇന്നലെ എനിക്ക് വളരെ സന്തോഷം. അറ്റ്ലീസ്റ്റ് മനുഷ്യന്റെ ഒരു വോയിസ് എങ്കിലും എനിക്ക് ഇവിടെ കേൾക്കാൻ പറ്റിയില്ല. അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഇന്നത്തെ ഭക്ഷണം വിളമ്പാട്ടാം. പൊളിച്ചു കേട്ടോ, കൊള്ളാല്ലേ? സൂപ്പർ, നല്ലതാണ്. പഞ്ചാബി നോർത്ത് ഇന്ത്യൻ ഭക്ഷണം പ്രചോദനമൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഒരുപാട് സ്ഥലത്ത് പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴത്തേനൊക്കെ അല്ലേ? കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ മണാലിയിൽ കുറേ ദിവസം വെക്കേഷന് പോയായിരുന്നു. അവിടെ കുളു മണാലി, കുളു മണാലി, അവിടെ ഈ മണം അവിടുത്തെ സ്ട്രീറ്റിലൊക്കെ കസൂരി മേത്തിയുടെ ഒക്കെ മണവാ, ജീരകം കരിയുന്നതും. ജീരകപ്പൊടി ഇടും, ശരിയാ. ഞാൻ ഈയിടെ ഒരു പരിപാടിക്ക് പോയായിരുന്നു, ഭീമൻ്റെ ചേട്ടൻ സ്പെഷ്യൽ ഉണ്ടാക്കിയ ഒരു പരിപാടിക്ക് പോയിരുന്നു. ചേട്ടനൊരു പത്തനാപുരം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വിഭവം ഉണ്ടാക്കിയായിരുന്നു. എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ട് 10 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ചേട്ടനത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞില്ല, ചേട്ടാ 10 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അല്ല, സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഞാൻ സ്പെഷ്യൽ ട്രെയിൻ പിടിച്ചാണ് വീട്ടിൽ പോയത്. എന്തോ ഒരു സാധനം അതെന്നെ, ഒരു പത്തനാപുരം സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയോ അവിടെ ഇരുന്നാണ്. അപ്പം എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ വായിലോട്ട് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കഴിച്ചെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞ എൻ്റെ ആനി, ഞാൻ അവിടെ നിന്ന് 4 സ്പെഷ്യൽ ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ ഒരു പോക്ക് പോയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ചേച്ചനത് കാണുന്നുണ്ടെങ്കിൽ ഇതില്ല, ഞാൻ പറയായിരുന്നു. എനിക്കറിയത്തില്ല. ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചേട്ടൻ അവിടെ വോട്ട് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്താ പറയുക, ചേട്ടൻ അത് എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു അവിടെ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, ചേട്ടാ ഇത് വേറെ കമ്മീഷൻ ഒന്നും വെക്കണ്ട, വോട്ട് പറഞ്ഞു. പിന്നെ ഒരു 5 മിനിറ്റ് വരെ ചിരിയായിരുന്നു കേട്ടോ. എന്താടാ ഞാൻ പറഞ്ഞു, എന്തായിരിക്കും സംഭവം പിടികിട്ടി. ഞാൻ ഇവിടെ ഡോക്ടർമാർക്ക് പോലും അത് എന്ത് പോയിച്ചാണെന്ന് പിടികിട്ടില്ല. സാധാരണ ഫുഡ് പോയിസൺ കേട്ടുള്ളൂ, ഇത് 10,000 പോയിസണിലെ പേര് വിട്ടിട്ട്. അല്ല, ഞാൻ വിളിച്ചു, ഇനിയിപ്പോൾ ഇത് കേൾക്കാനോടാ ഞാൻ പറഞ്ഞത്. കാര്യം കേട്ടോട്ടെ. എന്നാ അറിയാം, അന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഓടിപ്പോകാൻ ഇടയില്ലായിരുന്നു. ഇത്ര ഇല്ലായിരുന്നു, ഇത്ര ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഈ 2 സൈഡും ക്ലോസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞ് വായിലോട്ടൊന്ന് കഴിച്ചു. കഴിക്കുക, ഞാൻ പത്തനാപുരം സ്പെഷ്യലാണ് ഇത്. ചേച്ചി പത്തനാപുരം സ്പെഷ്യൽ? അതെ, പത്തനാപുരത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ എനിക്ക് അവിടെ കണ്ടെത്തിയ വിഭവമാണ്, ആടി പൊളിയാണ്, ഒരു വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട്
ഇത് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അപ്പൊ ഞാൻ നോക്കി തക്കാളി ഇതെല്ലാം കൂടെ പിന്നെ ഇടിക്കുന്നുണ്ട് ഞാൻ ചെയ്തന്നാ തക്കാളി ഇടിക്കുക അപ്പൊ അതൊക്കെ ഇടിച്ചു സൂപ്പറായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചട്ടിയോടെ വെച്ചിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഇളക്കിളക്കിയിട്ട് ബെറ്റിൽ പോലെ ഇലക്കകത്ത് പൊറിഞ്ഞു തന്നു. ഞാൻ ഇത് മുറുക്കാനല്ല കഴിക്കുക 10 രൂപ സ്പെഷ്യൽ. അതെ പ്രചോദിത, ഈ കൊമേഡിയൻ വേഷം മാത്രമല്ലാതെ സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ ജിത്തുവേട്ടൻ ചെയ്തൊരു പടം, അതിൽ ഞാൻ വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വില്ലൻ വേഷമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം. പിന്നെ ബാക്കിയെല്ലാം കോമഡി തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞൊരു പടത്തിൽ. അപ്പം ശരിക്കും ഈ കൊമേഡിയൻ ആണെന്ന് മാത്രം ആവുന്നതിൽ വിഷമം തോന്നുകയല്ലേ? അല്ല, എനിക്ക് അങ്ങനെ വിഷമമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, സംതൃപ്തിയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതിലുപരി എനിക്ക് മനസ്സിലായത് ഒരു ഡയറക്ടറാണ് ശരിക്കും സിനിമയിൽ നമ്മളല്ലാതാക്കുന്നതും കഥാപാത്രം ആക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തപ്പോഴാണ്. കാര്യം ചില സിനിമകൾ കാണുമ്പോൾ ഒരുപാട് സിനിമയിലെ പോലും കണ്ടിട്ട് ചില ആൾക്കാർ പറയും ഇതിൽ വേഷം കൊള്ളാം എന്ന് പറയും. ഈ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പടങ്ങളിൽ വിളി വന്നു. കുറേ കാര്യം ഒരു സമയത്ത് എനിക്ക് ഒരുപാട് കല്യാണ ചോദ്യം വേഷങ്ങൾ ഞാൻ ചെയ്തായിരുന്നു. മീശമാധവൻ കഴിഞ്ഞപ്പോൾ കുറേ കല്യാണ വേഷങ്ങൾ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അതൊന്നും ബ്രേക്ക് കിട്ടും. കാരണം വെച്ചാൽ ഇനി അതിന്റെ വല്ല ബ്രാൻഡ് അംബാസിഡർ ആക്കിയാൽ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എബ്രിൻ ഷൈൻ തന്നെ 1983 എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ഒരു മാൻഡിൽ ജോണി എന്ന് പറയുന്ന ഒരു വേഷം തന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത പടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. അപ്പോൾ അതിൽ അവർ തന്നെ പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും അത് ഇങ്ങനെ പറഞ്ഞാൽ അത് കോമഡി ട്രാക്കാവും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന കുറച്ച് ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ? ഇനിയിപ്പം റിലീസാകാൻ പോകുന്നത് നമ്മുടെ സണ്ണി വെയിൻ ഹീറോ എന്ന സ്റ്റാറിൻ പൗർണ എന്ന് പറഞ്ഞ മരക്കാർ ഫിലിംസിൻ്റെ സിനിമയുണ്ട്. പിന്നെ കോലുമുട്ടായി എന്ന് പറഞ്ഞൊരു പടം, ജുഗ്രു എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ, അവരുടെ ഒരു സിനിമയാണ്. പിന്നെ എബ്രിൻ ഷൈൻ്റെ തന്നെ അടുത്ത മാസം തുടങ്ങുന്ന ഒരു പടം. ഇപ്പൊ ടീച്ചറും അപ്പം നേരത്തെ മോന്റെ കാര്യം പറഞ്ഞേ, ഒരു മോനേ ഉള്ളൂ? 3 പിള്ളേർ. ഓ, എന്നെ കൂട്ട് തന്നെയാ. ശരി, ഓക്കെ. 3 ആൺകുട്ടികളാ? അല്ല, മോനും 2 പെൺപിള്ളേരും. മൂത്തത് മോന്. ഓക്കെ, എത്രയല്ല പഠിക്കുന്നത്? 8ാം ക്ലാസ്. 8th പഠിക്കുന്ന ആളാ. ഓക്കെ. ചെറിയ 2 പേര്? മോള് 2ല്, ചെറിയ ആള് 3 വയസ്സായില്ല. ഓ, അത് ശരി. അപ്പൊ അമ്മ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേന് കൊച്ചു കരയുവല്ലേ? അത്ര ആയില്ല അല്ലേ? അമ്മയെ പോലെ ഒരു ചേച്ചി ഉണ്ട് അവരെ നോക്കാന്. ആണോ? അപ്പൊ പിന്നെ പിള്ളേർക്ക് വലിയ വിഷമം വരുവേല. ഓക്കെ, ശരി. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു പ്ലസ് പോയിന്റ് പറയാനുള്ള എന്നാന്നറിയാവോ, പ്രചോദന്റെ അടുത്ത് വർത്താനം പറയുമ്പോ ഭയങ്കര പോസിറ്റീവായിട്ട് ഏത് നേരം ഇങ്ങനെ എന്നാ പറയാ, ഒരു ചിരിച്ചോണ്ടാ വർത്താനം പറയുന്നേ. അന്നേരം മാത്രമല്ല നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെയാ കേൾക്കാനും പറയുന്നതും ഒക്കെ അല്ലേ. അന്നേരം ഒത്തിരി പോസിറ്റീവ് എനർജി ഉള്ളൊരു. അല്ല, അത് ഞാനും അങ്ങനെയാണ്. കാരണം നമ്മളായിട്ട് ഒരാളെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് അതിനേക്കാൾ ഏറെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ഞാനങ്ങനെ ചൂടാകാറില്ല. എനിക്ക് ചൂടാകുന്ന കാര്യം പ്രശ്നമാണ്. ഒരാളുടെ അങ്ങനെ പിള്ളേരോട് ഒന്നും അങ്ങനെ ചാടിക്കേറി ഞാൻ അങ്ങനെ പറയാറില്ല. ഒരു എന്താ പറയാ, പിള്ളേരങ്ങനെ വഴക്കൊന്നും പറയത്തില്ല. എനിക്ക് ഇഷ്ടമാണ്, പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരി. ശരിക്കും ഈ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല, മീൻ സെലിബ്രിറ്റീസിനെ ആരൊക്കെയാ ചെയ്തേക്കുന്നത്? ഞാൻ സിനിമാ താരങ്ങളിലുപരി കൂടുതലും രാഷ്ട്രീയ നേതാക്കളെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉമ്മൻചാണ്ടി സാറ്, കെ ആന്റണി സാറ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. ഒരാളെ പറയാ, ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യാൻ. ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത വേദിയിൽ അദ്ദേഹം വന്നില്ലല്ലോ, കൊല്ലത്ത്. അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് മോഡി പങ്കെടുത്ത വേദിയിൽ വരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സംഭവം, ഈ മോഡി പങ്കെടുത്ത വേദിയിൽ ഞാൻ പങ്കെടുക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അതായത് മോഡിയെ കാണുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ മോഡി മോഡി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നെ കാണുമ്പോഴോ ആൾക്കാരെല്ലാം കൂടെ സി ഡി എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് പോവാത്തത്. സാറ് ഭയങ്കര ഇതാണ്. സാറിന്റെ ചില നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ സാറിന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഭയങ്കര രസമാണ്. അതായത് ഈ ബാറ് അടയ്ക്കുന്ന സമയത്ത് അടച്ചു പൂടണോ വേണ്ടയോ എന്ന് നിൽക്കുന്ന പത്രക്കാർ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് പത്രക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല സാറേ ഈ ബാറ് പൂട്ടുവോ? ബാറ് പൂട്ടുമല്ലോ
അത് പൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, പൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലാളികളൊക്കെ ആര് പറഞ്ഞു അങ്ങനെ പൂട്ട് വന്നു? അങ്ങനെ പൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ അപ്പുറം അല്ല സാറേ, പൂട്ടായിരുന്ന പ്രശ്നമല്ലേ, പൂട്ടുമല്ലോ, നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പൂട്ടുമല്ലോ. അല്ല സാറേ, പൂട്ടിക്കഴിഞ്ഞ തൊഴിലാളികൾ ആര് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പൂട്ടാൻ പറ്റുന്നൊന്നല്ല. നമ്മൾ കാണുമ്പോ അറിയാം എന്ത് പെട്ടെന്ന് ഇത് മാറുന്നത്. പ്രചോദന, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ ആൾക്കാരെ നമ്മൾ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേനെ അതിനായിട്ട് എണ്ണയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യോ അല്ലെങ്കിൽ ആ തൊണ്ട വെച്ചിട്ട് എണ്ണയിലോ ഒക്കെ ചെയ്യുന്നതാണോ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന നമുക്കൊരു മെത്തേഡ് അതിന്റെ കിട്ടുമെന്നുള്ളൂ. പിന്നെ അത് നമ്മൾ അവരുടെ കുറച്ച് ആക്ഷൻസ് നമ്മളിങ്ങനെ മാനറിസം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യും. ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കും, 2 മണിക്കൂറാണ് കുളിക്കുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ഉച്ചത്തിൽ പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്ന ആള് തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്ന്, അച്ഛൻ സാറായിരുന്നു, അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, സാറിൻ്റെ ഇളയ മോന് വല്ല കുഴപ്പമുണ്ടോ? അപ്പുറത്തെ വീട്ടിച്ചത് പുള്ളി ഓർത്ത് ബാത്റൂമിൽ എവിടെയോ പൂട്ടി, ഏതോ മുറി പൂട്ടി കൊച്ചൻ കിടന്ന് അവിടെ കിടന്ന് പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് ശരിക്കും. പിന്നെ ആർട്ടിസ്റ്റ് അല്ലാതെ വേറെ ആർട്ടിസ്റ്റ്, ഐ മീൻ മുഞ്ചാണ്ടി സാർ അല്ലാതെ ഞാൻ എ കെ ആന്റണി സാറിനെ ചെയ്യാം. എ കെ ആന്റണി സാറ് ഞങ്ങളിപ്പോൾ അമേരിക്കയിൽ പോയ ഒരു ഡയലോഗാണ്. അപ്പോൾ എ കെ ആന്റണി സാറ് ഈ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞ കാര്യമുണ്ട്. ഈ അമേരിക്കക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായികത്തിനോട് ഭയങ്കര വിരോധമാണ്. ക്രിക്കറ്റ്, ഫുട്ബോളിനോടൊക്കെ ഭയങ്കര വിരോധമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ നാഷണൽ ഗെയിംസ് അല്ലെങ്കിൽ IPL എന്നൊക്കെയാണ്. അമേരിക്കയിൽ അടുത്തിടെ ഒരു ഫുട്ബോൾ മത്സരം നടന്നു. അതിനെന്താ ഒരു പേരിട്ടത്? കോപ്പ അമേരിക്ക. അമേരിക്കയ്ക്ക് കോപ്പാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇതെന്തായിരിക്കും? അത് നമുക്കിങ്ങനെ ഈ ചില കാര്യങ്ങൾ വാർത്തകൾ കിട്ടുന്നത്. പ്രചോദിത ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുവല്ലേ, ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, എ കെ ആന്റണി സാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ പിന്നെ അവരെ നേരിട്ടൊന്ന് ഫേസ് ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ട്? ഇല്ലില്ല, അത് ഉമ്മൻചാണ്ടി സാറ് എന്നെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാരും പോസിറ്റീവായിട്ട് അല്ലേ, ആ സ്പോർട്ടീവ് സ്പിരിറ്റിലായിരുന്നു. പിന്നെ സിനിമാ നടന്മാർ ആരുമില്ല? ഉണ്ട്, സിനിമാ നടന്മാർ മണിച്ചേട്ടൻ ചെയ്തു. പിന്നെ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ബാബു നമ്പൂതിരിയാണ്. ബാബു നമ്പൂതിരി സാറ് സാധാരണ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ്, സത്യത്തിൽ നന്ദഗോപാലൻ വന്നു എന്ന് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. സ്വത്തും പണവും വീരം വെച്ച് കൊടുത്തു എന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഞാനൊരു പാവമാണ്. സത്യം സത്യം സത്യം. ശരിക്കും ഇതിപ്പം എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട് മിമിക്രി? ഞാനിപ്പോ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഈ കുഞ്ഞുനാള് മുതലല്ലേ ഇന്ന ആളാവണം എന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? കുഞ്ഞുനാള് മുതല് അല്ല, നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഡോക്ടർ അല്ലെ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളല്ലേ ഉള്ളൂ. നമ്മള് കുഞ്ഞുനാളിലോട്ട് പഠിക്കുമ്പോ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളിത് തിരഞ്ഞെടുത്തു. അന്നേരം അപ്പനും അമ്മയൊന്നും പറഞ്ഞില്ലേ? അല്ല, വീട്ടിലൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛൻ നല്ല സപ്പോർട്ടായിരുന്നു. ഓ അത് ശരി. ഡിഗ്രി ഒക്കെ മതി? ഡിഗ്രി കംപ്ലീറ്റ് ആകണം എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചു. ഇഷ്ടത്തിന് നല്ല സപ്പോർട്ടാണ് അച്ഛൻ കേട്ടോ. അല്ല, എൻ്റെ ചേട്ടനുണ്ട്, പുള്ളി അസോസിയേറ്റ് ഡയറക്ടറാണ്, ദിലീപ് എന്നാണ് പേര്. പിന്നെ സിസ്റ്ററുണ്ട് ദീപ. എല്ലാവരും ചങ്ങനാശ്ശേരിയിലാണോ? അല്ല, ദീപ പേര് സൗദിയിലാണ്. പിന്നെ ചേട്ടൻ ചങ്ങനാശ്ശേരി തന്നെയാണ്. ഇപ്പൊ അച്ഛനും അമ്മയും പ്രചോദനം? അല്ല, അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ 3 വർഷമാകുന്നു. സെപ്റ്റംബർ ആകുമ്പോൾ അമ്മയുണ്ട്. അമ്മ കൂടുതലാണ്? കൂടുതലാണ്. ഓക്കെ. അമ്മ നല്ലതായിട്ട് പാചകമൊക്കെ ചെയ്യോ? നല്ല ആണോ? നമ്മുടെ കോട്ടയത്തെ ഓ എനിക്ക് ചേട്ടത്തി നല്ലതായിട്ട് കുക്ക് ചെയ്യും. ആണോ? ഒരു ദിവസം വിളിച്ചേച്ച് പോരാട്ടോ, അമ്മായിയോട് പറഞ്ഞേക്കണേ. അല്ല, ലക്ഷ്മിയാണ് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞ വെജിറ്റേറിയൻ നോൺ വെജ് കഴിക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്യും. പറഞ്ഞിട്ട് എന്നെ പറയാതിരുന്നല്ലോ. അല്ല, കപ്പ ബിരിയാണി ഒക്കെ നന്നായിട്ടുണ്ടാകും. കപ്പ ബിരിയാണി ഉണ്ടാക്കും. ഒന്ന് പറഞ്ഞു തന്നെ, കപ്പ ബിരിയാണി എങ്ങനെയാ ചെയ്യുന്നത്? കോട്ടയംകാരി കപ്പ ബിരിയാണി എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല, എന്നാലും ടീച്ചറമ്മയുടെ ഒന്ന് കേൾക്കാലോ എന്ന് പറഞ്ഞു. കപ്പ നമ്മൾ കുഴച്ച് വെക്കും, അരപ്പൊക്കെ ചേർത്ത്. അതിനകത്തേക്ക് ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ജാലിച്ചിട്ട് ആ ബീഫ് ഇട്ട് പിന്നെ ആ മസാല എല്ലാം കൂടെ വേറെ വറുത്ത് അരച്ച് ഇതിലൂടെ മിക്സ് ചെയ്ത്. എനിക്കറിയാം, ചുമ്മാ എന്നെ കളിയാക്കാം. ഇവിടെ ആന്നേലും ഇതുവരെ കപ്പ ബിരിയാണി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാ. പക്ഷെ എന്നാലും പേടിക്കണം കേട്ടോ, ടീച്ചറമ്മയുടെ ഞാൻ റെസിപ്പി മേടിച്ചേച്ച്
നമുക്കിവിടെ ട്രൈ ചെയ്യാം. അത് ശരിക്കും ടീച്ചറമ്മയുടെ ടച്ച് ആയിരിക്കും. അത് ആനീസ് കൈകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ടീച്ചറമ്മയുടെ റെസിപ്പി ആയിരിക്കും. ടീച്ചറമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ടീച്ചറമ്മ മാത്രമേ ഉള്ളൂ? അമ്മ 8 വർഷമായി അമ്മ മരിച്ചിട്ട്. പിന്നെ എൻ്റെ ബ്രദറുണ്ട്, ഹയർ സെക്കൻഡറി അധ്യാപകന, വൈഫും 2 കുട്ടികളും അച്ഛനും. 2 പേരേ ഉള്ളൂ. എല്ലാവരും അത് മൊത്തം ഒരു അധ്യാപക കുടുംബമാണെന്ന് തോന്നേ. അമ്മയും അതേപോലെ ടീച്ചർ അല്ലായിരുന്നു? അച്ഛൻ എന്നാ ചെയ്യുക? അച്ഛൻ NSSന്റെ ഒരു സ്റ്റാഫായിരുന്നു. എന്തായാലും എന്റെ ഷോയിൽ വന്നാലും സോ താങ്ക്ഫുൾ. എന്തായാലും ഷോയിൽ വരാൻ സാധിച്ചാലും അതിലുപരി താങ്ക്സ്. അതെ, കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ, ഈ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച് ആ ഷോ ആണ്, അത് ഉഗ്ര ഷോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ ഷോയിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി എല്ലാം ഇവിടുന്ന് കിട്ടി. എനിക്ക് കുറെ പോസിറ്റീവ് എനർജി പ്രചോദനേന്നാണ് കിട്ടിയത്. ഒത്തിരി നല്ല എന്താ പറയാ, ഭയങ്കര പ്ലസന്റ് ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ട്. അതിലും മാത്രമല്ല ടീച്ചറമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ അല്ലേ.